ഹായ് ബ്രോ, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടോ? ഓർ ദ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മതിയോ? ഓർ എനി വെരിഫിക്കേഷൻ? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മൾ ആദ്യം ബാലറ്റ് ടെസ്റ്റ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതോ ഡിപ്ലോമ കയറിയിട്ട് 6 മാസമായിട്ടുള്ളൂ അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പം അടുത്തൊരു കമൻറ്റ് വന്നേക്കണ, ബ്രോ ഞാൻ ഫെബിൽ കൊടുത്തിട്ട് അൺസക്സസ്ഫുൾ ആയി, എനിക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഷോ മണി ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആയിട്ടാണോ കാണിക്കേണ്ടത് ഓർ ജസ്റ്റ് സേവിങ് അക്കൗണ്ടിലാണോ കാണിക്കേണ്ടത്? ഹായ് ഫ്രണ്ട്സ്, അഭിജിയുടെ പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യൂത്ത് മൊബിലിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം എന്നുള്ള വിഷയനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, പലരും ഒത്തിരി സംശയങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ബ്രോ, ഇതിൽ വരുമ്പോൾ നമ്മൾ ഇതിലെങ്ങനെയാണ് വന്നത്, ഇതിൻ്റെ പേപ്പർ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിലെങ്ങനെയാണ് ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ 2 വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോമൺ ആയിട്ടുള്ളവർ എല്ലാവരും ചോദിക്കണം, ബ്രോ ഞങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ ഇത് ഞാൻ പറയണേക്കാൾ നല്ലത് ഈ വിസയിൽ വന്ന് 3 ആഴ്ചയായിട്ടുള്ള 4 പേര്, 1-2 അല്ലാണ്ട് നമുക്ക് 4 പേര് ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ 4 പേർക്കുടെ ടിപ്സ് എടുക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയണത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ UK ഏറ്റവും കൂടുതൽ സ്കാം കിടക്കണതാണ് ഈ കെയർ ഹോം വിസ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, സീനിയർ കെയർ. അത്രയും കാശ് നിങ്ങൾ മുടക്കേണ്ട, ഒരു 16 ലക്ഷം മുടക്കണേക്കാൾ നല്ലത് നിങ്ങൾ ഇതിലൊന്ന് ട്രൈ ചെയ്തു. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പി, നമ്മുടെ ഫോട്ടോയും ഉണ്ട്, ആർക്കും ട്രൈ ചെയ്യാം. ഇത് തികച്ചും നമ്മുടെ നാട്ടിൽ ലോട്ടറി അല്ലെങ്കിൽ ബാലറ്റ് അങ്ങനെ കിട്ടുന്ന ഒരു വിസയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് അവരെ വിളിക്കാം. എൻ്റെ പേര് അമൽ എന്നാണ്. നാട് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ്. ഞാൻ ബാങ്കിങ് ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തത്. എൻ്റെ പേര് അതുൽ, കൊടുങ്ങല്ലൂരാണ് സ്ഥലം. ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. എൻ്റെ പേര് അമൽ, ഞാൻ തൃശ്ശൂരാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. എൻ്റെ പേര് ഹരി, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ IT-ലായിരുന്നു വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ യൂത്ത് മൊബിലിറ്റി വിസേനെ പറ്റി എന്താണ് ശരിക്കും പറയാനുള്ളത്? വളരെ ചിലവ് കുറഞ്ഞൊരു സ്കീമാണ് നമുക്കിത്. സത്യം പറഞ്ഞാൽ പഠിക്കാൻ വരുന്നവരെക്കാളിലും ഭയങ്കരമായിട്ട് കോസ്റ്റ് കുറവായിട്ടുള്ള, നമുക്ക് ചിലവ് കുറച്ചിട്ട് ഇവിടെ വരാനായിട്ട് സാധിച്ചു ഈ വിസയിലൂടെ. ബ്രോയുടെ എന്താണ് അഭിപ്രായം? ഈ സ്കീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും എല്ലാവർക്കും കിട്ടുമെന്നില്ല. ഒരു ബാലറ്റ് സിസ്റ്റമാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 90% ലക്കാണത്. അതിലൂടെയാണ് കിട്ടുന്നത്. അതന്നെ നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല കിട്ടോ ഇല്ലയോ എന്ന്. അതൊരു ഭാഗ്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇത് ശരിക്കും ഇത് ചെയ്യണം. അപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്കാണ്. കാരണം ഓരോരുത്തരും 30 ലക്ഷം രൂപ 40 ലക്ഷം രൂപയൊക്കെ ചിലവാക്കിയതാണ് ഇവിടേക്ക് വരുന്നത്. ഈ 2 വർഷം PSW കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ സ്റ്റഡി വിസ എടുത്ത് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓൾറെഡി 2 ഇയർ വിസ വർക്ക് വിസ ആയിട്ട് തന്നെ കിട്ടും. ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ഇതും ആനുകൂല്യങ്ങളും കിട്ടുകയും ചെയ്യും. അത് കാരണം ഇത് നല്ലൊരു സംഭവമാണ്. ഇപ്പോൾ UK കുറേ സ്കാമൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കെയർ ഹോം എങ്ങനെ അല്ലെങ്കിൽ വെയർ ഹൗസിലൊക്കെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് ഒരു ഏജൻസി ഇല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഗവൺമെൻറ്റായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് നേരിട്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലതാണ്. UK നല്ലൊരു റേറ്റ് കുറഞ്ഞൊരു എൻട്രിയാണിത്. ശരിക്കും ഇനി ഈ വിസ നോക്കണവർക്ക് എന്ത് ടിപ്സാണ് ബ്രോ പേഴ്സണലി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അതായത് ബ്രോ ചെയ്തപ്പോൾ ചില മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റും ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ. എന്തൊക്കെ മിസ്റ്റേക്ക് ആയിരുന്നു ബ്രോന് പേഴ്സണലി സംഭവിച്ചത്? എന്ത് ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിലും അതിപ്പോൾ ബ്രോനൊരു മണ്ടത്തരമായിട്ട് തോന്നും, പക്ഷെ കേൾക്കണവർക്ക് അത് പറ്റായിരിക്കില്ല. മെയിനായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ എവിടെയാണ് പോകുന്നത്, എന്ത് പർപ്പസിനാണ് ഞാൻ UK എത്തിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നതിൻ്റെ തലേദിവസമാണ് എൻ്റെ അഡ്രസ്സ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് മനപ്പാടം പഠിച്ച് അവരുടെ അടുത്ത് അവതരിപ്പിച്ചപ്പോഴത്തേനും കുറച്ച് തെറ്റി. പിന്നെ അവർ കുറേ തവണ ചോദ്യം ചെയ്തു. പിന്നെ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എല്ലാ ജോലിയും ചെയ്യും എന്ന് അവരുടെ അടുത്ത് പറയരുത്. നിങ്ങൾ എന്താണ് പ്രൊഫഷൻ, ആ ജോലിയാണ് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമെന്ന് പറയണം. കാരണം ഞാൻ അറിയാണ്ട് പറഞ്ഞു ഞാൻ എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഷൗട്ടല്ല, എന്നാലും അവർ പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? മിസ്റ്റേക്കായിട്ടല്ല, എനിക്കിങ്ങനെ ഒരു വിസ കിട്ടിയപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. ഞാൻ 3ാമത്തെ വാലിറ്റിയിലാണ് വന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണ്ടോ, അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് ചെയ്യണം. ഞാൻ ആദ്യം ഒരു ഏജൻസിനാണ് ചോദിച്ചത്. അപ്പോൾ അവർ ഒരു എമൗണ്ട് പറഞ്ഞു, ഇത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ അവർ ചെയ്തു തരാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് തന്നെയാണ് നമ്മുടെ ആ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യാനുള്ളത്. അത് എന്തുകൊണ്ടും വേറൊരു ഏജൻസിനെ ഏൽപ്പിക്കുന്നതിനേക്കാളും നല്ലത് സ്വയം ചെയ്യണം തന്നെയാണ്. കാരണം ബേസിക് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി അതിനകത്ത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാനിങ്ങനെ സ്വയം ചെയ്ത്. പിൻസായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ പരമാവധി പേപ്പേഴ്സൊക്കെ സ്പീഡാക്കാൻ നോക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്പീഡാക്കാൻ നോക്കുക. കാരണം എനിക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് കിട്ടാൻ കുറച്ച് താമസം എടുത്തു.
അങ്ങനെ ഒരു ചെറിയൊരു ഡിലേ വന്നിരുന്നു ബാങ്കിൽ നിന്നായാലും. 3 ആഴ്ചയായിട്ട് ഞങ്ങളിപ്പോൾ എത്തിയത്. ഇപ്പോൾ നമ്മളിപ്പോൾ ജോലിക്കൊക്കെ അപ്ലൈ തുടങ്ങിയിട്ടുണ്ട്, ഓരോ വെബ്സൈറ്റിലൊക്കെ അപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് റെസ്പോൺസ് കിട്ടി തുടങ്ങിയിട്ടില്ല. നമുക്ക് ഇപ്പോഴും ജോലി ആവാത്തൊരവസ്ഥയുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ഇൻടേക്ക് സെപ്റ്റംബറിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജോലി കിട്ടാൻ എളുപ്പമല്ല ഇവിടെ, പക്ഷെ നമുക്ക് അത്യാവശ്യം സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ജോലി കിട്ടും ഇവിടെ. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ മാക്സിമം നമ്മുടെ കഴിവ് നമ്മളിവിടെ തെളിയിക്കണം, എന്നാലും കിട്ടുള്ളൂ. ഇപ്പം UK വന്നിട്ട് 3 ആഴ്ചയായത്. ഈ ഒരു 3 ആഴ്ചയും കൊണ്ട് ആസ് എ യൂത്ത് മൊബിലിറ്റി വിസയിൽ നിൽക്കണ ഒരാളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി UK സംബന്ധിച്ചോളം? UK സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല, ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നവരാണെങ്കിലും യൂത്ത് മൊബിലിറ്റിയിൽ വന്നവരാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഒരു കടയിൽ പോയി നമ്മൾ ഡയറക്റ്റ് പോയി ജോലി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മളൊരു ജോലിക്ക് വേണ്ടി ഒരു ഷോപ്പിലോ എവിടെ ചെന്നാലും അവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അവരുടെ കരിയർ സൈറ്റ് ഉണ്ട്, അതിൽ തന്നെ അപ്ലൈ ചെയ്യണം. നമുക്ക് കുറച്ച് ടൈം എടുത്തേ നമുക്കൊരു ജോലി കിട്ടുകയുള്ളൂ. അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളത്. UK ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ നാട്ടിൽ ഞാൻ ബാങ്കിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ ആ ഒരു ഫീൽഡ് എനിക്ക് ഇവിടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ വന്നത് സത്യം പറഞ്ഞു. പക്ഷെ അതിപ്പോൾ എനിക്ക് റിയാലിറ്റി മനസ്സിലായി, അങ്ങനെ കിട്ടില്ല എന്നുള്ളത്. ഇല്ലെന്നല്ല, കിട്ടും, പക്ഷേ വന്ന ഉടനെ തന്നെ കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അതിലിപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഈസ്റ്റ് ഹാം എന്നുള്ള സ്ഥലം സെലക്ട് ചെയ്തത്? അല്ലെങ്കിൽ ഈസ്റ്റ് ഹാമിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അങ്ങനെയല്ലേ, മെയിനായിട്ട് ഈസ്റ്റ് ഹാം എന്നല്ല ഉദ്ദേശിച്ചത്, ലണ്ടനിലേക്ക് വരണമെന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഈ വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് റിസർച്ച് നടത്തിയിരുന്നു. എവിടേക്ക് UK എവിടേക്കാണെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടേക്ക് പോകണമെന്ന് ഞാൻ കുറച്ച് റിസർച്ച് നടത്തിയിരുന്നു. അപ്പോൾ കൂടുതലും അന്വേഷിച്ചപ്പോൾ അവർ ചോദിച്ചെന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം, അപ്പോൾ എന്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലത്ത് നോക്കണമെന്നാണ് അവർ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഔട്ടറിൽ പോയാൽ അവിടെ ലിവിങ് കോസ്റ്റ് കുറവാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് അതും അനുസരിച്ച് കുറവായിരിക്കുള്ളൂ. അപ്പോൾ ലണ്ടൻ ആകുമ്പോൾ കുറച്ചും കൂടെയും ഡെവലപ്ഡ് ആണ്. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് 3 ആഴ്ചയായി എന്ന് പറഞ്ഞല്ലോ, എന്തോരം ജോബ് അപ്ലൈ ചെയ്തു? ജോബ് അപ്ലൈ എന്ന് വെച്ചാൽ ഒരു 200+ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ? ബ്രോയുടെ കേസിലാ? ഞാനും ഓൾമോസ്റ്റ് ഒരു 200 അടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 200 ജോബ് അപ്ലൈ ചെയ്തിട്ട് ഈ 200 സ്ഥലത്ത് നിന്ന് കിട്ടിയ റെസ്പോൺസ് എന്തായിരുന്നു? ഓൾമോസ്റ്റ് എല്ലായിടത്തുനിന്നും നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി യു വോണ്ട് സെലക്ടഡ് എന്ന് പറഞ്ഞ മെയിൽ തന്നെയാണ് വരാറ്. കമ്പാരിറ്റീവ്ലി ഇവരെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു 5-6 ഇൻ്റർവ്യൂകളും കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ. അതിൽ ഒരെണ്ണം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. ഇപ്പോൾ QC എഞ്ചിനീയറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റ് നാട്ടിൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് QC എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് തന്നെ ഒരു ഇൻ്റർവ്യൂ കിട്ടിയായിരുന്നു. പിന്നെ റെസ്റ്റോറൻറ്റുകളിലൊക്കെയാണ് കിട്ടിയത്. പിന്നെ എവിടെയും ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് സ്റ്റേബിളായിട്ട് പിന്നെ നമ്മുടെ പ്രൊഫഷനിലേക്ക് നോക്കാമെന്നാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ വന്ന ഉടനെ പ്രൊഫഷണൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൊസീജിയേഴ്സ് തന്നെ നല്ല ലോങ് ആണെന്നാണ് പൊതുവെ കേട്ടത്. ഇപ്പോൾ നമുക്കിപ്പോൾ സെലക്ട് ആയാൽ തന്നെ ഒരു 3 months 4 months ഒക്കെ എടുക്കും സെലക്ട് ആകാൻ മറ്റേ ജോബിന് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എവിടെയെങ്കിലും കയറാമെന്ന് വെച്ചിട്ടാണ് ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നോക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ നോക്കുമ്പോൾ പോലും ഇവരിവിടെ UK എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാവരും പറയുന്നത്. അതാണ് ഇപ്പോൾ വന്നിട്ടൊരു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഈ വിസയിൽ വന്നുകൊണ്ടാണ് റിജക്ഷൻ വന്നത്, അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ വിസയിൽ വന്നുകൊണ്ടല്ല, പൊതുവെ UK നമ്മളിപ്പോൾ പ്രൊഫഷണൽ ഫീൽഡ് നോക്കുകയാണെങ്കിൽ അവരെന്തായാലും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിനാണ് അവർ ചൂസ് ചെയ്യുള്ളൂ. പിന്നെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നമുക്ക് 2 year വിസയുള്ളൂ. അപ്പോൾ ഇവർക്ക് നമുക്ക് സ്പോൺസർഷിപ്പ് തരേണ്ട ഒരു ഇത് വരും. ഇപ്പോൾ ഒരു നല്ല കമ്പനി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ സ്പോൺസർ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ നോക്കുമ്പോൾ നമ്മളെ സ്പോൺസർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇവിടെ തന്നെയുള്ള ഒരാളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്പോൺസർഷിപ്പ് കൊടുക്കേണ്ട ചിലവ് അവർക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ആൾ എന്നോട് ചോദിച്ചു ഇവിടെ വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 2 year വർക്ക് വീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നോട് എടുത്ത് ചോദിച്ചു 2 year കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 year കഴിയുമ്പോൾ എനിക്ക് സ്പോൺസർഷിപ്പ് വേണം, കാരണം എൻ്റെ വിസയുടെ വാലിഡിറ്റി 2026 വരെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആൾ ഓക്കെ നമ്മൾ നോക്കിയിട്ട് വിളിക്കാം എന്നാണ് ആൾ പറഞ്ഞത് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ. ശരിക്കും നമ്മൾ ഈ യൂത്ത് മൊബിലിറ്റി സ്കീമിൽ വരുമ്പോൾ നമ്മൾ കയ്യിൽ, അതായത് നമ്മളൊരു രാജ്യത്തോട്ട് വരുമല്ലോ, ഒരു കയ്യിൽ ഏകദേശം എത്ര രൂപ നമ്മൾ കരുതണം? നമ്മളിപ്പോൾ
ഇതിൻ്റെ ചിലവ് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു ചിലവ് ഞാൻ. അതിപ്പോൾ നമ്മളൊരു 3 lakhs-ൻ്റെ ഉള്ളിൽ കഴിയും അത്. പക്ഷേ നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ജോലിയുടെ കാര്യം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ 1 മാസം 2 മാസം 3 മാസം ഞാനിവിടെ പരിചയപ്പെട്ട ചിലർ 3 മാസമായിട്ടും ജോലി ഇല്ലാത്ത കുട്ടികളെ ഞാൻ കണ്ടിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ കയ്യിലൊരു 2 ലക്ഷം രൂപയെങ്കിലും നമ്മൾ കയ്യിൽ കരുതി വരുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഇപ്പോൾ ഈ സ്റ്റാമിലായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കിവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. ഇൻ കേസ് നമ്മൾ ഔട്ടറോ അല്ലെങ്കിൽ വേറെ ലണ്ടൻ സിറ്റിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം 2 ലക്ഷം രൂപ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. പിന്നെ ആ 2 ലക്ഷം രൂപ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്നൊന്നുമില്ല. നമുക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ അത് കുഴപ്പമില്ല. ജോലി കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ നമുക്ക് ആ 2 ലക്ഷം രൂപ ഭയങ്കര ഉപകാരമായിരിക്കും. ശരിക്കും ഇപ്പം നാട്ടിൽ നിന്ന് വന്നിട്ട് 3 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. എങ്ങനെയുണ്ട് UK എന്ന് പറയുന്ന ഒരു രാജ്യം? UK നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് എന്താ പറയുക, നല്ല നാടിനെ വെച്ച് നോക്കുവാണെങ്കിൽ നല്ലതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു UK. ബ്രോയുടെ അഭിപ്രായം? ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കുള്ളൂ മഴ വരുന്നത്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി കുഴപ്പമില്ല, അതുപോലെ തന്നെ ക്ലൈമറ്റാണ് ഒരു മെയിൻ പ്രശ്നം. തണുപ്പ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സമ്മർ സീസണായിട്ട് പോലും നമുക്ക് ബുദ്ധിമുട്ടായി. ഇപ്പോൾ വിൻ്ററിലൊക്കെ കയറി വരുന്നവർക്ക് എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് മെയിൻ കാര്യം. എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സാധനങ്ങളുടെ വിലയാണ്. ഇപ്പം നമ്മൾ INR ബോൺസും കൂടെ ഇങ്ങനെ കമ്പയർ ചെയ്യും നമ്മൾ. ഇപ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നും, പക്ഷേ ഇവിടുത്തെ ഒരു അവർലി പേ എന്ന് പറഞ്ഞാൽ 12 അറൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയൊരു എമൗണ്ട് അല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എമൗണ്ട് ആയിട്ട് തോന്നുന്നുണ്ട്. ഓരോ പ്രോഡക്റ്റ് നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോഴും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം നിങ്ങളെല്ലാം യൂത്ത് മൊബിലിറ്റിനെ പറ്റി അത്യാവശ്യം നല്ല റിസർച്ച് എല്ലാം ചെയ്തവരാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ചോദിച്ചാൽ എന്താണ് ശരിക്കും പറയാനുള്ളത്? നെഗറ്റീവ് ചോദിച്ചാൽ പറയാനായിട്ടുള്ളത്, ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഫുള്ള് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഫിനാൻസിലും ബാങ്കിലൊക്കെയാണ് എക്സ്പീരിയൻസ് കൂടുതലുള്ളത്. പക്ഷേ ഞാൻ UK വന്നപ്പം ഇവിടെ ഞാൻ ഇൻഡീഡിലാണെങ്കിലും ഒത്തിരി ജോബ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് 2-3 കോള് വന്നതിലെല്ലാം അവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് വേണോ എന്നാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ വേണമെന്ന് ഇപ്പം നമുക്ക് 2 വർഷം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അവരപ്പം അപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ അത് ചെയ്യുന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് ഇപ്പം ഉള്ളവരാണ് ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ആ കരിയർ ഇവിടെ തുടരാമെന്ന് പറ്റുവാണെങ്കിൽ ഒരു 50% സക്സസ് ആയിരിക്കും. ചിലപ്പോൾ അത് 50% സക്സസ് ആകണമെന്നില്ല. കാരണം നമുക്ക് PR അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഇങ്ങനെയുള്ള കിട്ടണമെങ്കിൽ മെയിനായിട്ട് നമുക്ക് എന്താ പറയുക, ഷോപ്പുകൾ അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതലും നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അപ്പം നമ്മുടെ കരിയറും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നാട്ടിലുള്ളത് ഇവിടെ വരുമ്പോൾ എൻ്റെ ചേഞ്ച് ആകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിരുന്നു. അപ്പോൾ അവർ ചോദിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സർട്ടിഫിക്കേഷൻ ചോദിച്ചിരുന്നു. CSCS കാർഡ് അങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് ഇവിടെ, അത് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി റെഡിയാക്കണം. അങ്ങനെ ഒരു കടമ്പകളും ഉണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഇവിടെ അധികം വാല്യൂ ചെയ്യില്ല. കാരണം നാട്ടിലെ കൺസ്ട്രക്ഷനും ഇവിടുത്തെ കൺസ്ട്രക്ഷനും ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഫീൽഡിൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ കരിയർ ഗ്യാപ്പ് വരികയാണ് ഒരു 2 കൊല്ലം. അപ്പോൾ അതും എൻ്റെ ഇത് ഫ്യൂച്ചറിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. വർക്ക് ചെയ്തതും സെയിം ഫീൽഡിൽ തന്നെയായിരുന്നു. പ്രൊഡക്ഷനും QC ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡിന് എപ്പോഴും ഇവിടുത്തെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും മെയിനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രൊഫഷണൽ കോഴ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. ഞാൻ നാട്ടിലൊരു കൊരട്ടി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 വർഷം ആകുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് യൂത്ത് മൊബിലിറ്റി വിസ കിട്ടുന്നത്. അപ്പോൾ യൂത്ത് മൊബിലിറ്റി വിസ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു IT എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു നോർമൽ ജോലിക്ക് പോയി കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് IT കിട്ടുമ്പോൾ അവിടെ എന്താ ഗ്യാപ്പ്, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുത്ത് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു ഒന്നല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും PG കോഴ്സ് ഓൺലൈൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കരിയർ ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ജോലി ചെയ്യുന്നതിനോടൊപ്പം ഈ കരിയർ ഗ്യാപ്പ് പോവുകയും ചെയ്യും. നമുക്ക് ആ PG സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. കാരണം 2 വർഷമാണ് ഈ വിസ വരുന്നത്. നിങ്ങൾ ആ PG എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ 2 വർഷമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഓൺലൈൻ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കൂടെ പോവുകയും ചെയ്യും. ജോലിയും ഇൻ കേസ് ജോലി കിട്ടിയില്ലെങ്കിലും നമുക്കതൊരു കരിയർ ഗ്യാപ്പായിട്ട് കാണില്ല, നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണെങ്കിലും. അപ്പോൾ ഇവിടെ തന്നെ നമ്മളൊരു IT ജോലി കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. കാരണം സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട് IT. പിന്നെ ഇവിടെ സാലറി ത്രെഷോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അതും നമ്മൾ കുറച്ചും കൂടെ അറിയേണ്ടതുണ്ട് അതിനെ കുറിച്ചിട്ട്.
അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ബേസിക്കലി ഒന്ന് സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോബിന് വേണ്ടി നോക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഹായ് ബ്രോ, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടോ, ഓർ ദ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മതിയോ, ഓർ എനി വെരിഫിക്കേഷൻ? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മൾ ആദ്യം ആ ബാലറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പാസ്പോർട്ട് മാത്രം മതി അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ചോദിക്കും നമുക്ക് ഡിഗ്രി ഉണ്ടോ എന്ന് ചോദിക്കും. അവിടെ നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് നമ്മൾ ബാലറ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ആവുകയാണ് എങ്കിൽ നമുക്ക് മെയിനായിട്ട് അവർ പറയുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ആ ബാലറ്റിൻ്റെ അകത്ത് എസ് പറഞ്ഞിരിക്കുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രൂഫ് ഓഫ് ഫണ്ട്, മെഡിക്കൽ, ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ്. അപ്പം നമ്മൾ വിസയ്ക്ക് വേണ്ടി പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഇതെല്ലാം PDF ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പം എന്തായാലും നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം ചെയ്യാൻ നേരത്ത്. പിന്നെ ഇത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? ഇത് റിജക്റ്റ് ആകാനായിട്ട് ചാൻസസ് കുറവാണ്. കൊറി ആയിട്ടാണ് അവർ ഇടാറ്. ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ക്ലാരിറ്റി കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ നമുക്ക് ടൈം തരും. ആ ടൈമിനുള്ളിൽ നമ്മൾ ആ കൊറി ക്ലിയർ ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ റിജക്റ്റ് ആകാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ നിലവിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ കൊറി വന്നവരപ്പം തന്നെ ക്ലിയർ ചെയ്തവർക്ക് വിസ കിട്ടിയില്ല. ഇപ്പം അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതോ ഡിപ്ലോമ കയറിയിട്ട് 6 മാസമായിട്ടുള്ളൂ അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇത് ക്വസ്റ്റ്യനിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്ലൈ ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് മാത്രം മതി. ഇത് ബാലറ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 പറ്റില്ല, പിന്നെ ഡിപ്ലോമയും എൻ്റെ അറിവിൽ പറ്റില്ല എന്നാണ് എനിക്ക് അറിവ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവരൊരു ക്രൈറ്റീരിയ പറയണമെന്ന് വെച്ചാൽ RPF 6 എന്നാണ് പറയണം. അത് ഒരു ഏകദേശം ഒരു ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി അത്രയും വരും. ഇപ്പം അടുത്തൊരു കമൻറ്റ് വന്നേക്കണം, ബ്രോ ഞാൻ ഫെബിൽ കൊടുത്തിട്ട് അൺസക്സസ്ഫുൾ ആയി, എനിക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ട് മാത്രമേ അപ്ലോഡ് ചെയ്യാനുള്ളൂ, പിന്നെ ഒരു മെയിൽ ID അത് മാത്രം മതി നമുക്ക്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഒരു തവണ ഒരു മെയിൽ ID നിന്ന് റിജക്റ്റ് ആയെന്ന് ഓർത്ത് രണ്ടാമത് ആ മെയിൽ ID തന്നെ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടാവില്ല. കാരണം വെച്ചാൽ വേറെ ബാലറ്റ് അല്ലേ, ചെക്ക് ചെയ്തിരിക്കില്ല. ഓക്കെ, 2025 എപ്പോഴാണ് ഇത് അടുത്തത് ഓപ്പൺ ആകാൻ പോകണം? എൻ്റെ ഒരു അറിവിൽ ജൂലൈയിലാണ്. കാരണം കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ ഒരെണ്ണം ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ജൂലൈ അല്ലെങ്കിൽ ജൂലൈ കഴിഞ്ഞിട്ട് ആയിരിക്കാം വരുന്നത് അല്ലേ? ഓക്കെ, ഇത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഒന്ന് പറയാമോ? അത് UK ഗവൺമെൻറ് സൈറ്റിൽ തന്നെയാണ് വരുന്നത്. അത് ബാലറ്റ് ഓപ്പൺ ആകുമ്പോൾ അതിനകത്ത് വരും. ഓക്കെ, അത് ഞാൻ എന്താണെങ്കിലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, അത് ഓപ്പൺ ആവുന്ന സമയത്ത് അന്നേരവും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഷോ മണി ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആയിട്ടാണോ കാണിക്കേണ്ടത്, ഓർ ജസ്റ്റ് സേവിങ് അക്കൗണ്ടിലാണോ കാണിക്കേണ്ടത്? ഓക്കെ, ഞാൻ കാണിച്ചത് FD ആയിട്ടാണ്. അപ്പോൾ ചിലർ സേവിങ്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങനെ കാണിച്ചാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ FD ആയിട്ട് കാണിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഇത് പറയുന്നില്ല. ഞാൻ സേവിങ്സ് അക്കൗണ്ടിലാണ് കാണിച്ചത്. എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ ഞാൻ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. ചെറിയ ട്രാൻസാക്ഷൻ ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1000-2000 ഒക്കെ എൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് എന്ന് വെച്ചാൽ നമ്മൾ ആ പറയുന്ന പൈസ നമ്മളതിൽ നിന്ന് ആ ഒരു പറയുന്ന ഇതുണ്ടല്ലോ, 1 മാസം എന്നാണ് അവർ പറയുന്നത്. ആ 1 മാസം നമ്മളത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാം. എത്രയാണ് അവർ പറയുന്നത് എമൗണ്ട് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക. അത് ഓരോ വർഷം വാരി ചെയ്യും അത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അല്ലാണ്ട് നമ്മൾ അതിൽ നിന്ന് എടുക്കാതിരിക്കുക. നമ്മൾ എത്ര എമൗണ്ട് ഫിക്സ് ആക്കി വെച്ചിട്ട് ബാക്കി നമുക്ക് ട്രാൻസാക്ഷൻ നടത്തേണ്ട ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഒട്ടും കാശില്ലാത്ത ആൾ, ഒട്ടും കാശില്ല മീൻസ് ഇപ്പം എനിക്ക് യൂത്ത് മൊബിലിറ്റി കിട്ടി, അതിന് മുമ്പ് എൻ്റെ അക്കൗണ്ടിൽ ഒരു 1000, 2000, 3000, 5000 ആണുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് 28 ദിവസത്തേക്ക് വേണ്ടി ഇത്രയും കാശ് കൊണ്ടുവന്ന് വിടുക. അപ്പം അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ആയിരുന്നു. എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ സേവിങ്സ് അക്കൗണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ ഇത്ര എമൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ടൈമിന് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് നമുക്കത് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നത്, അന്നത്തെ ദിവസം ആ ദിവസം വന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ പൈസ ഇട്ടത്. അപ്പോൾ അങ്ങനെ ഒരു 28 ദിവസമാണ് ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്. മുന്നത്തെ ഒരു IPS എന്ന് പറയുമ്പോൾ 28 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് തൊട്ട് 28 ദിവസമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 20 ദിവസം ടൈമുണ്ട്. 90 ദിവസം നമുക്ക് ടൈമുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ BFS വരെ കഴിയാൻ വേണ്ടി. ഇതല്ല, നമ്മൾ മണി കീപ്പ് ചെയ്യേണ്ടത് 28 ദിവസമാണ്. ആ 28 ദിവസം നമ്മൾ ഇപ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയ ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇട്ടാലും കുഴപ്പമില്ല. അല്ല, 2 ദിവസമല്ല, നമുക്ക് 28 ദിവസം കീപ്പ് ചെയ്താൽ മതി. 90 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഉള്ളിൽ BFS നമ്മൾ കഴിഞ്ഞിരിക്കണം. അങ്ങനെയാണ് ഇത് വരുന്നുള്ളൂ. അല്ലാണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഓൾറെഡി പൈസ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നില്ല അവർ. 28 ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ BFSൽ നമ്മൾ കാണിക്കണം. ഇപ്പം ഈ വിസയിൽ നിങ്ങൾ UK വന്നു,
നിങ്ങൾക്കിപ്പം ആഗ്രഹിക്കുവാണ് യു കെയിൽ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കണം അല്ലെങ്കിൽ യു കെയിൽ ഒരു 6 months ഡിഗ്രി എടുക്കണം, അതിനെന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ലാന്നാണ് എൻ്റെ അറിവ്. നമുക്ക് വേണമെങ്കിൽ ഈ വിസ വെച്ചിട്ട് തന്നെ ഇവിടെ സ്റ്റഡിയും ചെയ്യാൻ പറ്റും. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് കൺവേർട്ട് ചെയ്യണം, അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ കൺവേർട്ട് ചെയ്ത് നമുക്കിവിടെ പഠിക്കാം. പിന്നെ ചെറിയ മിനി കോഴ്സുകൾ എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഇപ്പോൾ അവൻ നേരത്തെ പറഞ്ഞ പോലെ CS എന്ന് പറഞ്ഞ കോഴ്സുകളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഈ കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള മേഖലയിലേക്ക് ജോലി ചെയ്യണം, ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ആയിട്ട് അങ്ങനെയുള്ള ജോബുകൾക്കൊക്കെ ഇവിടെ അഡീഷണൽ കോഴ്സുകൾ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ചെറിയ കോഴ്സുകൾ ചെയ്യാൻ പറ്റും. ഈ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇവർക്ക്.